നമുക്ക് കൂട്ടിയാൽ അവിടെ നിന്നു. ഞാൻ അഥവാ എമർജൻസി ഇതിൽ ഇത് ഫുള്ള് ക്ലീൻ ആക്കണം എന്ന് തോന്നിയാൽ ഓവർ പൈപ്പ് ഇട്ടിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഈ വളവ് തുറക്കുക, ക്ലോസ് ചെയ്യാം. ഇത്ര ഉള്ളൂ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ അപ്പുറത്തുനിന്ന് ഈസി ആയിട്ട് വെള്ളം ഒഴിവാക്കാന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇത് ഏകദേശം കുറച്ച് ലെങ്ത് ഉള്ള ഒരു അക്വേറിയമാണ്. അപ്പോൾ എങ്ങനെ ഒഴിവാക്കാന്നുള്ളതാണ്. ഇതിനെ ഈസി ആയിട്ട് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്താണ് ഇതിപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് ഈ വാൾവ് കൊണ്ട് തുറന്നാൽ വെള്ളം വരും. നമുക്ക് കൂട്ടിയാൽ അവിടെ നിന്നു. ഞാൻ അഥവാ എമർജൻസി ഇതിൽ ഇത് ഫുള്ള് ക്ലീൻ ആക്കണം എന്ന് തോന്നിയാൽ ഓവർ പൈപ്പ് ഇട്ടിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഈ വളവ് തുറക്കുക, ക്ലോസ് ചെയ്യാം. ഇത്ര ഉള്ളൂ. പക്ഷെ ഇതെങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ 5 എൽബോ വേണം. ഇത് നിങ്ങൾക്ക് ഏത് പൈപ്പിൻ്റെ സൈസിന് എടുക്കണേ അതിനനുസരിച്ചുള്ള 5 എൽബോ. അതുപോലെ ആ സൈസിൻ്റെ അളവിലുള്ള ഒരു വാൾവ്, 1 ഇഞ്ചിൻ്റെ അരയുടെ ഏതാச்சுം പൈപ്പ് എടുക്കാം. ഞാൻ എടുത്തത് ഇപ്പോൾ 1/2 ഇഞ്ചിൻ്റെ വാൾവാണ്. പിന്നെ അതിക്കൊരു FTA, പിന്നെ ഒരു സാധാ നമ്മളെ നോർമൽ പൈപ്പ് കണക്ട് ചെയ്യണ ഒരു ഹോസും. പിന്നെ ഞാൻ യൂസ് ചെയ്യണപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ വയറിങ്ങിന് യൂസ് ചെയ്യുന്ന പൈപ്പാണ്. എന്താ വെച്ചാൽ ഇത് അക്വറിയത്തിൻ്റെ ഉള്ളിലാകുമ്പോൾ ബ്ലാക്ക് ആകുമ്പോൾ കാണാതെ അങ്ങനത്തെ കാണുമ്പോഴുള്ള ബോറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി ഏത് പൈപ്പാണെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ വരുന്നത് 5 എൽബോ, ഒരു വാൾവ്, FTA 1, അതിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയൊരു പൈപ്പ് കണ്ടിരുന്ന സാധനം. ഇതെങ്ങനെ ഇത് പറഞ്ഞുതരാം. ഈ ഒരു ലെങ്ത് എടുത്തുന്നത് നിങ്ങൾ എത്ര ലെങ്ത് എത്ര സൈസിനുള്ള അക്വേറിയാണോ അതിനനുസരിച്ച് അക്വേറിയത്തിന്റെ ലെങ്ത്തിൽ കട്ട് ചെയ്യുക ഒരു പീസ്. എന്നിട്ട് അതിലൊരു എൽബോ കൊടുക്കുക. പിന്നെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്യണം. അത് അക്വേറിയത്തിന്റെ സൈഡിൽ നിന്നുള്ള സൈസിനനുസരിച്ച് ഞാനിതൊരു സെൻറ്റർ വരെയുള്ള ലെങ്ത്തിലാണ് എടുത്തത്. അതെടുത്ത് ആദ്യം ഒരു എൽബോ കൊടുക്കുക. ഈ സൈഡിലും ഒരു എൽബോ കൊടുക്കുക. ഇങ്ങനെ തന്നു. ഇതിനെ ഇത് നേരെ ഇതിന് ഓപ്പോസിറ്റ് എന്നുള്ളതിൽ സൈഡിലേക്ക് തിരിയണ പോലെ കൊടുക്കാം. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം. ഇങ്ങനെ വരും. ഇത് അക്വേറിയത്തിന്റെ സൈസ് മേലക്ക് എത്ര വരുന്നത്, ഇതെന്റെ സൈഡിൽ നിന്നുള്ള സെന്റർ വരെയുള്ള ലെങ്ത്തിൽ എടുത്തത്. ഇതൊക്കെ ഉള്ളത് ഒരു വലിയൊരു അക്വേറിയം കൊണ്ടാണ് ഞാൻ സൈസ്. ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡ് വേണം എൽബോ കൊടുക്കുന്നുണ്ട്. ഇത് വെള്ളത്തിന്റെ അടിയിലുള്ളതാണ്. ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ജസ്റ്റ് ഒരു ഇതിന് കൊടുക്കാൻ നോക്കും. പിന്നുള്ള ഈ പീസ് എടുക്കുന്നത് നമ്മൾ അക്വേറിയത്തിന് പുറത്തേക്ക്, ഇതിപ്പോൾ ഉള്ളിലല്ല കൊടുത്ത്, അപ്പോൾ പുറത്തുനിന്ന് കണ്ട അടിക്കുള്ള ലെങ്ത്. ഇത് നിങ്ങൾക്ക് നിലം വരാക്കാം. അടിയിൽ നിന്ന് വെള്ളം നേരെ പുറത്തേക്ക് ഒഴിവാക്കാനാണെങ്കിൽ അടി വരാക്കും കൊടുക്കുക. ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അക്വേറിയത്തിന് ഒന്ന് താഴെ ഇവിടെ വാൾവ് കൊടുക്കാൻ പറ്റിയ സെറ്റപ്പിൽ ലെങ്ത്തിലെടുത്താണ്. ഇതിൽ നമ്മളൊരു എൽബോ കൊടുക്കണം. എൽബോ കൊടുത്തിട്ട് അതിമേ ഒരു ചെറിയൊരു പൈപ്പിൻ്റെ പീസും കൂടി, എന്താ വെച്ചാൽ മറ്റേ പൈപ്പ് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ എൽബോ കൂടി കൂട്ടി കൊടുക്കണമെങ്കിൽ ചെറിയൊരു പീസ് കൊടുക്കാം. അത് നേരത്തെ നമ്മൾ അളവെടുത്തതിൽ ഇതിങ്ങനെ ഉണ്ട്. ഈ എൽബോയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഷേപ്പ് കിട്ടും. ഇത് നിങ്ങൾ അക്വേറിയത്തിനനുസരിച്ചുള്ള അതിൽ ലെവലാക്കിയാൽ മതി. ഇത് അക്വേറിയത്തിൻ്റെ ഉള്ളിൽ വരുന്നത്, ഇത് അക്വേറിയത്തിൻ്റെ ലെങ്ത്ത്, ഇത് പിന്നെ പുറത്തേക്കുള്ള അളവ് ലെങ്ത്തിൻ്റെ ഇത് വരും. ഇതെങ്ങനെ ഇടാന്ന് കാണിച്ചു തരാം. അതിന് മുമ്പേ എന്നിട്ട് ഒരു എൽബോ ഇതിൻ്റെ സൈഡിക്ക് എന്നുള്ളതിൽ കൊടുക്കാം. ഇത് പുറത്തേക്കുള്ള അനുസരിച്ച് നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് ഈ അരയുടെ വാൾവുമേ ചെറിയൊരു പൈപ്പിൻ്റെ പീസ് കൊടുക്കുക. ആ പീസ് നേരെ എൽബോയിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് FTA, അതുപോലെ ഇത് പിന്നെ ജസ്റ്റ് ഇതില്ലെങ്കിലും കുഴപ്പമില്ല, FTA നേരെ ഒരു പൈപ്പിന്റെ പീസ് കണക്ട് ചെയ്തിട്ട് ഈ വാൾവിന്റെ ഇങ്ങോട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് അക്വേറിയത്തിന്റെ സൈഡിനനുസരിച്ചാണ്. ഇതിപ്പോൾ ബാക്കിലാണ് കൊടുക്കണമെങ്കിൽ നിങ്ങളൊന്ന് സൈഡിലേക്ക് തിരിച്ചു വെക്കുക. അല്ല, സൈഡിലേക്ക് തിരിച്ചു വെക്കുക. ഇനി നിങ്ങൾ മുന്നിൽ ഇത് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇങ്ങനെയാണ് കൊടുക്കണത്.
അപ്പോൾ ഇതാണ് സെറ്റപ്പ്. ഇത് അക്വറിയത്തിന്റെ ഉള്ളിലത്തെ ലെങ്ത്, ഇത് മേലെന്ന് താഴോട്ടുള്ള ലെങ്ത്, ഇത് പിന്നെ പുറത്തുനിന്ന് നമ്മൾ എത്ര സൈസാണ് വേണ്ടത് അതിൽ ഇതിൽ കൊടുക്കുക. ഇനി ഇതിൽ വെള്ളം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത്. ഇത് അക്വറിയത്തിന്റെ ഉള്ളിലത്തെ ലെങ്ത്, ഇത് മേലെന്ന് താഴോട്ടുള്ള ലെങ്ത്, പിന്നെ ഒരു എൽബോ കൊടുത്തിട്ട് പുറത്തേക്ക് എത്ര ലെങ്ത്തിൽ എടുക്കുന്നുണ്ട് അതിനുള്ള ലെങ്ത്തിൽ എടുത്താണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഈ അക്വറിയത്തിന്റെ സൈസിലാണിത്. പിന്നെ ഔട്ട്ക്ക് പ്രഷർ ഇതാക്കി സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാൾവ്. ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ട്. ഈ ഒരു പൈപ്പിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട് ഈ വാൾവ് ക്ലോസിൽ എടുക്കുക. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഉള്ളിലല്ല സൈഡിലോ ബാക്കിലോ വെച്ചാൽ ഇതിങ്ങനെ ആരും ഫ്രണ്ടിൽ നിന്ന് കാണൂല. ഇതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം. ഇത് നേരെ ഇത് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഇതിന് ആദ്യം പറഞ്ഞല്ലോ നിങ്ങൾക്ക് എത്ര ഇതിലാണ് ലെങ്ത്തിലാണ് ഇത് പുറത്തേക്ക് എടുക്കേണ്ടത്, അതിനനുസരിച്ച് അളവിൽ ഇത് കട്ട് ചെയ്യുക. ഉള്ളിൽ അക്വറിയത്തിന്റെ സൈസ് അങ്ങനെ ജസ്റ്റ് ഇടുക, ഒരു ബക്കറ്റ് ഇവിടെ വെക്കുക. അപ്പോൾ നിങ്ങൾ ഒന്നരാടം വെള്ളം മാറ്റുന്ന ടീമോ അല്ലെങ്കിൽ ഇപ്പോൾ വലിയ വലിയ അക്വറിയം ഉണ്ടാവില്ലേ, ഹോട്ടല് അങ്ങനെ സെറ്റപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ യൂസ്ഫുൾ ആവും. സിമ്പിളാണ്. ഇപ്പോൾ ഇതിൽ വെള്ളം ഹോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഈ വാൾവ് ഒന്ന് തുറക്കുക. അപ്പോൾ ആദ്യത്തെ വെള്ളം റിട്ടേൺ വരും. ഇതിപ്പോൾ എന്താ ഈ ലെങ്ത് പവർ കുറവെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ സൈസ് കമ്മി ആയിട്ടുള്ള പൈപ്പാണ്, ഞാൻ പറഞ്ഞല്ലോ വയറിങ്ങിന് യൂസ് ചെയ്യുന്ന പൈപ്പാണ്, അതുകൊണ്ടാണ് ഇത്ര സ്ലോ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ആയാലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതാണ് ക്ലോസ് ചെയ്യുക. ഇതിൽ നമ്മൾ ഇതിൽ ഏത് വെള്ളമാണ് നടക്കുന്നത് ആ വെള്ളത്തിൻ്റെ പൈപ്പ് ഇതിലാണ് കണക്ട് ചെയ്താൽ നേരെ അതിൽ റിട്ടേൺ ഇതിലൂടെ തന്നെ കയറും. ലാസ്റ്റ് ഇതാണ് ഓഫ് ആക്കിയിട്ടാൽ ആ വെള്ളം ഇതിൽ പ്രഷർ ഹോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അത്രേ ഉള്ളൂ. എന്നിട്ട് ഇത് നിർത്തണമെങ്കിൽ അത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് മറ്റേ പൈപ്പ് ഇതിൽ കണക്ട് ചെയ്യുക. തുറന്നാൽ ഇതിൻ്റെ വെള്ളം നേരെ ഇത് കൂടെ അങ്ങനെ തന്നെ പോകും. പിന്നെ ഇത് സ്പീഡ് നോക്കണ്ട, ഞങ്ങളിവിടെ ഒന്ന് സൈസ് കൂടുതൽ ഇത് പിന്നെ ഇതിന്റെ ബാക്കിലായതുകൊണ്ടാണ് ഇതിനെ കുറിച്ച് കാണിക്കാത്തത്. ഈ സംഭവമാണ് ആ സംഭവം. ഇത് ഞങ്ങളൊരു 1 ഇഞ്ചിന്റെ പൈപ്പ് എടുത്താണ്, അതുകൊണ്ടാണ് ഈ പ്രഷർ. ഞങ്ങള് ഇതിന്റെ വെള്ളം ഫുള്ളായിട്ട് കഴിഞ്ഞാൽ ഇതാണ് ക്ലോസ് ചെയ്യും. എന്നിട്ട് ഇതിൽ വേറെ പൈപ്പ് കണക്ട് ചെയ്തിട്ട് ഇതിലൂടെ തന്നെ വെള്ളം ഇതിലൂടെ നടക്കും. എന്നിട്ട് ഇതാണ് ക്ലോസ് ചെയ്യും. അപ്പോൾ ആ ഈ പൈപ്പിലുള്ള വെള്ളം അവിടെ ഹോൾഡ് ആയി എടുക്കുന്നുണ്ടാവും. ആ വെള്ളം ഇറങ്ങുന്നതിന്റെ പ്രഷറിലാണ് ഇത് റിട്ടേൺ വെള്ളം കൊണ്ട് വരുന്നത്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ ഫുള്ളായിട്ട് വെള്ളം ഒഴിവാക്കിയുള്ള വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഈ വീഡിയോ ലെങ്ത് കൂടും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലല്ലേ. ഇതിനപ്പോൾ ഒരു ഡെമോ എന്നുള്ളതിലാണ് കാണിച്ചിരുന്നത്. നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് സൈസ് കൂട്ടി വാൾവൊക്കെ ഒന്ന് സൈഡൊക്കെ ഒക്കെ ഞാൻ അവിടെ കാണിച്ചെന്നില്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റും. വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.